എറണാകുളം എളമക്കരയിൽ വിവാഹ തട്ടിപ്പിലൂടെ 2 കോടിയോളം രൂപയും സ്വർണവും കവർന്ന കേസിലെ കുറ്റപത്രത്തിന് വിചാരണ കോടതിയുടെ അംഗീകാരം. എളമക്കര പോലീസ് അന്വേഷണം പൂർത്തിയാക്കി നൽകിയ കുറ്റപത്രമാണ് ആലുവ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചത്. കേസിലെ പ്രതികളായ ഇടപ്പള്ളി സ്വദേശി CM ഗിരീഷും ഭാര്യ T ഷർമിളയും ഈ മാസം 28-ന് വിചാരണയ്ക്ക് ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകി. എറണാകുളം ഇടപ്പള്ളി മാർക്കറ്റ് റോഡിൽ ചേരംപറമ്പിൽ CM ഗിരീഷാണ് വിവാഹ തട്ടിപ്പ് നടത്തി 1,80,00,000 രൂപയും 80 പവൻ സ്വർണവും കവർന്ന കേസിലെ ഒന്നാം പ്രതി. രണ്ടാം പ്രതി ഗിരീഷിന്റെ ഭാര്യയും കോഴിക്കോട് പേരാമ്പ്ര ഇരവട്ടൂർ സ്വദേശിയുമായ T ഷർമിള. കലൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് 2 പ്രതികൾക്കുമെതിരെ അന്വേഷണം പൂർത്തിയാക്കി എളമക്കര പോലീസ് കുറ്റപത്രം നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമമനുസരിച്ച് ബലാത്സംഗം, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, പൊതുരേഖ വ്യാജമായി തയ്യാറാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് CM ഗിരീഷിനും T ഷർമിളയ്ക്കുമെതിരെ എളമക്കര പോലീസ് ചുമത്തിയത്. ബാലനീതി നിയമത്തിലെ 75 വകുപ്പ് അനുസരിച്ച് കുട്ടികൾക്കെതിരായ ക്രൂരതയ്ക്കുള്ള കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തി. ഗിരീഷും ഷർമിളയുമായുള്ള വിവാഹം നിയമപരമായി നിലനിൽക്കെ തെറ്റായ വിവരങ്ങൾ വിശ്വസിപ്പിച്ച് വിവാഹം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2017 ഏപ്രിലായിരുന്നു തട്ടിപ്പിനാധാരമായ വിവാഹം. പരാതിക്കാരിക്കൊപ്പം താമസിക്കുന്ന കാലയളവിൽ ചെക്ക് ബുക്കുകൾ കൈവശപ്പെടുത്തിയ ഗിരീഷ് പലതവണയായി 1,80,00,000 രൂപ യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു. യുവതിയിൽ നിന്ന് 80 പവൻ സ്വർണവും ഗിരീഷ് കവർന്നു. പരാതിക്കാരി കുഞ്ഞിന് ജന്മം നൽകി 3 മാസം പൂർത്തിയാകുമ്പോഴേക്കും വൻ സാമ്പത്തിക ബാധ്യത നൽകി ഗിരീഷ് മുങ്ങി. തുടർന്നാണ് വിവാഹ തട്ടിപ്പ് മനസ്സിലായ യുവതി എളമക്കര പോലീസിൽ പരാതി നൽകിയതും പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയതും. പണം പിൻവലിക്കാൻ ഉപയോഗിച്ച ചെക്ക് ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ രണ്ടാം പ്രതി ഷർമിളയിൽ നിന്ന് അന്വേഷണത്തിനിടെ പോലീസ് കണ്ടെത്തി. കേസിലെ കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയ ആലുവ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികൾക്ക് സമൻസ് അയച്ചു. സമൻസ് അനുസരിച്ച് ഈ മാസം 28-ന് പ്രതികളായ CM ഗിരീഷും T ഷർമിളയും കോടതിയിൽ ഹാജരാകണം. റിപ്പോർട്ടർ, കൊച്ചി.